ഡിവിസിബിലിറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്ററിന്റെ 27ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു ഇനി തുടങ്ങാൻ പോകുന്ന സെക്ഷൻ ഡിഫറൻഷിയേഷൻ ബൈ യൂസിംഗ് ട്രിഗ്നോമെട്രിക് ട്രാൻസ്ഫോർമേഷൻ അഥവാ ഡിഫറൻഷിയേഷൻ ബൈ യൂസിംഗ് ട്രിഗ്നോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ട്രിഗ്നോമെട്രിയുടെ സഹായത്താല് നമ്മൾ ഡിഫറൻഷിയേഷൻ കുറച്ച് എളുപ്പമാക്കിയതിനു ശേഷം ചെയ്യണം. ഞാനൊരു എക്സാമ്പിൾ ആദ്യം ചെയ്യാം. ഹെഡിങ് ഡിഫറൻഷിയേഷൻ ബൈ യൂസിംഗ് ട്രിഗ്നോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്കൊരു വിഷയമുണ്ട്, ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ എന്റെ ഐഡിയ പറയാം. ഡെറിവേറ്റീവ് ചെയ്യണം. ആരുടെ? ടാൻ ഇൻവേഴ്സ് ഓഫ് ഫംഗ്ഷൻ 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ്. ഇത് നമ്മള് രണ്ട് രീതിയിൽ ഞാൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഏതാണ് എളുപ്പം എന്ന് നോക്കിയിട്ട് ആ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി ഇനിയുള്ള പ്രോബ്ലത്തിലൊക്കെ. തൽക്കാലം ഇതിന് ഒരു സിംപ്ലിഫിക്കേഷൻ ഇല്ല, ട്രിഗ്നോമെട്രി ഒന്നും നോക്കാതെ ഡിഫറൻഷിയേഷൻ മാത്രം ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് ടാൻ ഇൻവേഴ്സിനെയാണ്. ടാൻ ഇൻവേഴ്സിന്റേത് 1/1 പ്ലസ് എന്താണോ ഉള്ളത് അതിന്റെ സ്ക്വയർ, 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സിന്റെ ഹോൾ സ്ക്വയർ കഴിഞ്ഞില്ല. ഇപ്പൊ ടാൻ ഇൻവേഴ്സിന്റെ അതായിട്ടുള്ളൂ. ഇനി ഇൻറ്റു ഇയാളുടെ ഡെറിവേറ്റീവ് നമ്മൾ വേറെ ചെയ്യണം. അതൊരു സ്റ്റെപ്പ് നമുക്ക് കോഷ്യന്റ് ഒക്കെ ആയതുകൊണ്ട് ഡി ബൈ ഡി എക്സ് ഓഫിന്റെ ഉള്ളില് നമ്മൾ ആ സാധനം എഴുതി അതിനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇത് 1 മൈനസ് കോസ് എക്സിന് സ്ക്വയർ മേലെയും സൈൻ എക്സിന് സ്ക്വയർ താഴെയും ചെയ്താൽ മതി. 1 മൈനസ് കോസ് എക്സ് സ്ക്വയർ പറയുമ്പോൾ അതൊരു എ മൈനസ് ബി സ്ക്വയർ ആണ്. എക്ക് പകരം 1, ബിക്ക് പകരം കോസ് എക്സ്. എ മൈനസ് ബി സ്ക്വയർ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ 1 സ്ക്വയർ 1 മൈനസ് 2 ഇൻറ്റു 1 ഇൻറ്റു കോസ് എക്സ് പ്ലസ് കോസ് എക്സിന്റെ സ്ക്വയർ കോസ് സ്ക്വയർ എക്സ്. അതിന് അവിടെ നമുക്ക് ഡിവൈഡഡ് ബൈ സൈൻ എക്സിന്റെ സ്ക്വയർ താഴെ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ഇത് നമ്മൾ കോഷ്യന്റ് ഉപയോഗിക്കണം. ശ്രദ്ധിച്ചോട്ടോ. ഡിനോമിനേറ്റർ ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ 1 മൈനസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1ന്റെ 0 മൈനസ് കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ്. അപ്പൊ 0 മൈനസ് മൈനസ് സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ആവും. അപ്പൊ സൈൻ എക്സ് മൈനസ് ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഇൻറ്റു 1 മൈനസ് കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ സൈൻ എക്സിന്റെ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ഇത് മൊത്തത്തിലാണ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ. ഇവിടെ ഈ സൈൻ സ്ക്വയർ എക്സ് ഈ 1ന്റെ അടുത്തേക്ക് ക്രോസ് ചെയ്തിട്ട് സൈൻ സ്ക്വയർ എക്സിന് ഓൾ ഡിവൈഡ് ബൈ ആക്കുക. ഹെഡിങ് ഞാൻ വായിക്കുന്നുണ്ട്. ഡിഫറൻഷിയേഷൻ ബൈ ട്രിഗ്നോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻ, അതാണ് നമ്മുടെ ഹെഡിങ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് ഇവിടെ ഉള്ള 1 മൈനസ് 2 കോസ് എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ഈ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് 1 ഇൻറ്റു കോസ് എക്സ് മൈനസ് കോസ് എക്സ് മൈനസ് ഇൻറ്റു മൈനസ് 2 മൈനസ് ഇൻറ്റു പ്ലസ് ആവും. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ്. അപ്പൊ അവസാനത്തെ ടേം കോസ് സ്ക്വയർ എക്സ് അവർക്ക് ഡിവൈഡഡ് ബൈ സൈൻ എക്സിന്റെ സ്ക്വയർ സൈൻ സ്ക്വയർ എക്സ്. ഇവിടെയാണ് ഈ സംഗതി എഴുതാൻ വിട്ടുപോയി. ഓൾ ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്ത് കഴിയുമ്പോ ഓൾ ഡിവൈഡഡ് ബൈ ഇത് എന്തുണ്ടാവും? സൈൻ സ്ക്വയർ എക്സ് ഉണ്ടാവും. ഇത് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ഓൾ ഡിവൈഡഡ് ബൈ. അപ്പൊ ഈ ഡിവൈഡഡ് ബൈ എന്ന് പറയുമ്പോൾ ഈ സൈൻ സ്ക്വയർ എക്സ് അടുത്ത സ്റ്റെപ്പിൽ ന്യൂമറേറ്ററിൽ വരുമല്ലോ അല്ലേ? അപ്പൊ ഇത് ഡിനോമിനേറ്ററിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുപോകാൻ തന്നെ നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ നോക്കടാ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് അവസാനത്തെ കോസ് സ്ക്വയർ എക്സ് അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 1. ആ 1ഉം ഈ 1ഉം കൂടി 2 മൈനസ് 2 കോസ് എക്സ് ഇൻറ്റു ഈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 പിന്നെ ഇവിടെ ഉള്ള മൈനസ് കോസ് എക്സ്. ക്ലിയർ അല്ലേ? ഈ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് കൂടി ഒരു 1 വരും. ആ 1ഉം ഈ 1ഉം കൂടിയാണ് 2 ആയത്. പിന്നെ മൈനസ് 2 കോസ് എക്സ്. ഇവിടെ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 മൈനസ് കോസ് എക്സ്. അടുത്ത സ്റ്റെപ്പില് ഇത് 2 പുറത്താക്കി നോക്ക്. 2 കോമൺ ഫാക്ടർ ഉണ്ടല്ലോ. അപ്പൊ ബ്രാക്കറ്റിൽ എന്താ ഉണ്ടാവുക? ഇവിടെ 1 ഇവിടെ കോസ് എക്സ് ഇൻറ്റു ന്യൂമറേറ്ററിൽ 1 മൈനസ് കോസ് എക്സ്. ഈ 1 മൈനസ് കോസ് എക്സ് ടേം മേലിലായി ക്യാൻസൽ ആയി. ദാറ്റ്സ് ഈക്വൽ ടു 1/2 ആൻസർ. ഇതിപ്പോ നമ്മുടെ ഡിഫറൻഷിയേഷൻ മാത്രം ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നതാ.
ഇത്രയും ഒന്നും ചെയ്യാതെ ഈ പ്രോബ്ലം കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഈ ആൻസർ 2-3 സ്റ്റെപ്പ് കൊണ്ട് കിട്ടും. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ സിംപ്ലിഫിക്കേഷൻ എവിടെ ഒന്ന് എത്തിയാൽ ഈ ആൻസറിലേക്ക് എത്തൂല. അപ്പൊ ഇതേ പ്രോബ്ലം തന്നെ വീണ്ടും ശ്രദ്ധിക്കാം. ഞാൻ ഇത് തന്നെ ഡിഫറൻഷിയേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ നോക്കുക. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ചാപ്റ്ററിന്റെ എക്സസൈസിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ടൈപ്പ് ഒക്കെ നമ്മൾ സിംപ്ലിഫൈ എന്ന് പറഞ്ഞിട്ട് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡിഫറൻഷിയേഷൻ തൽക്കാലം നിൽക്കട്ടെ, എന്തെങ്കിലും സാധ്യത ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാനുണ്ടോ എന്ന് ആലോചിക്കുക. അവിടെ സിംപ്ലിഫിക്കേഷൻ നടക്കണമെങ്കിൽ പുറത്തുള്ള ഇൻവേഴ്സ് ട്രിഗണോമെട്രി ടാൻ ഇൻവേഴ്സ് ആയതുകൊണ്ട് ഇത് സിംപ്ലിഫൈഡ് ആവണമെങ്കിൽ ഈ ബ്രാക്കറ്റിനെ നിങ്ങൾ ഐഡന്റിറ്റി ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ടാൻ ഓഫ് സംതിങ്ങിലേക്ക് എത്തണം. അതെന്താ ടാൻ ഓഫ് സംതിങ്ങിലേക്ക് എത്തണം ഞാൻ പറയുന്നത്? പുറത്ത് ടാൻ ഇൻവേഴ്സ് ആയതുകൊണ്ടാ. അപ്പൊ ഇതിന് എന്തെങ്കിലും സാധ്യത ടാൻ ഓഫ് സംതിങ്ങിലേക്ക് ഇത് എത്താനുണ്ടോ എന്ന് ചോദിച്ചാൽ ടാൻ തീറ്റ പറഞ്ഞാല് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്നറിയാലോ. അപ്പൊ ഇവിടെ ഇപ്പൊ ഉള്ളത് 1 - cos x ന്യൂമറേറ്ററിലും സൈൻ എക്സ് ഡിനോമിനേറ്ററിലും. അവിടെയാണ് ട്രിഗണോമെട്രിയുടെ സഹായം വേണ്ടത്. 1 - cos x നിങ്ങൾ കേട്ട ഒരു ഐഡന്റിറ്റി ആണ് 2 sin സ്ക്വയർ എക്സിന്റെ പകുതി x/2. അതേപോലെ സൈൻ എക്സിന്റെ റിസൾട്ട് ആണ് 2 sin x/2 cos x/2. കണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോ അത് ഇനി ഒന്നുകൂടി ചുരുങ്ങാൻ പോവാ. എല്ലാവരും ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് കിട്ടുന്നത് നമുക്കറിയാം. ഈ 2 ക്യാൻസൽ ചെയ്യാം. സൈൻ സ്ക്വയറിൽ ഒരു സൈനും ഈ സൈനും ക്യാൻസൽ ചെയ്യാം. പിന്നെ എന്താണ് ബാക്കിയുള്ളത്? സൈൻ x/2 മേലെ cos x/2. സ്ക്വയർ ഒരെണ്ണം പോയി, ഈ സൈനും പോയി. അപ്പൊ സൈൻ x/2 ബൈ cos x/2 അത് ടാൻ x/2. കണ്ടോ ഞാൻ പറഞ്ഞ പോലെ ആയില്ലേ? 2 സ്റ്റെപ്പ് എഴുതിയിട്ടുള്ളൂ. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ x/2 ഈസ് x/2 ആയി ചുരുങ്ങും x/2. 1/2 ഇസ് എ കോൺസ്റ്റന്റ്. നമുക്ക് പുറത്തേക്ക് എടുക്കാം. കോഷ്യന്റ് ആവശ്യമില്ല, കാരണം 2 കോൺസ്റ്റന്റ്. 1/2 എടുത്തു. d by x of x. എന്താണ് d by x of x? 1. ഓക്കെ, കണ്ട അവിടെ 1/2 കിട്ടിയിരുന്നു. പക്ഷെ അത് കുറെ എഴുതി ഒക്കെ സിംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്തപ്പോഴാണ് അവിടെ എത്തിയത്. പക്ഷെ ഇവിടെ 1, 2, 3 ശരിക്കും പറഞ്ഞാൽ 3 സ്റ്റെപ്പ് ഉള്ളൂ ഈ ആൻസർ കിട്ടാൻ. അപ്പൊ ഇതാണ് ട്രിഗണോമെട്രിയുടെ സഹായം ഉണ്ടെങ്കിൽ ഡിഫറൻഷിയേഷൻ നമുക്ക് ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ കുറച്ച് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എളുപ്പമായിരിക്കും. ഞാൻ കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് ചെയ്യാം. ശ്രദ്ധിച്ചോട്ടോ. അടുത്തൊരു എക്സാമ്പിൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് വൺ, d by dx of cot inverse sin x divided by 1 plus cos x. നമ്മൾ ഡിഫറൻഷിയേഷൻ തൽക്കാലം ചെയ്യുന്നില്ല. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് d by dx തൽക്കാലം അവിടെ നിൽക്കട്ടെ. കോട്ട് ഇൻവേഴ്സ് എന്താ നമ്മൾ ആലോചിക്കേണ്ടത്? കോട്ട് ഇൻവേഴ്സ് സിംപ്ലിഫൈഡ് ആവണമെങ്കിൽ ഈ ബ്രാക്കറ്റ് കോട്ടോ സംതിങ് ആവണം, വേണ്ടേ? കോട്ട് തീറ്റ എന്ന് പറഞ്ഞാല് കോസ് തീറ്റ ബൈ സൈൻ തീറ്റയാണ്. ഇനി കോട്ട് വരുന്നതിന് പകരം ടാൻ വന്നിട്ടിയാലും മതി. കാരണം ടാൻ തീറ്റനെ നമുക്ക് കോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം. കോംപ്ലിമെന്ററി ആംഗിൾ വെച്ചാൽ മതി. π/2 മൈനസ് തീറ്റ. അപ്പൊ ഇവിടെ മുകളിൽ സൈൻ എക്സും താഴെ 1 പ്ലസ് കോസ് എക്സും ആണ്. നേരത്തെ പറഞ്ഞ ഐഡന്റിറ്റിന്റെ സൈൻ എക്സ് അത് തന്നെയാണ്, അവിടെ അങ്ങനെ തന്നെ 2 sin x/2 കഴിഞ്ഞ പ്രോബ്ലത്തിൽ അതേപോലെ 2 sin x/2 cos x/2. 1 പ്ലസ് കോസ് എക്സ് ആവുമ്പോ അത് 2 cos സ്ക്വയർ x/2 ആണ്. 1 മൈനസ് കോസ് എക്സ് 2 sin സ്ക്വയർ x/2. 1 പ്ലസ് കോസ് എക്സ് എന്തായിരുന്നു ഫസ്റ്റ് ഇയറിൽ? 2 cos സ്ക്വയർ x/2. ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത സ്റ്റെപ്പ് d by dx ഓഫ് cot ഇൻവേഴ്സ് ബ്രാക്കറ്റില് ഈ 2 നേരത്തെ പോലെ ക്യാൻസൽ ചെയ്ത് പോകും. ഒരു കോസ് മേലിതായി ക്യാൻസൽ ആയി പോകും. അപ്പൊ sin x/2 ബൈ cos x/2 എന്താ ഉള്ളത്? tan x/2. പക്ഷെ നമുക്ക് പുറത്തുള്ളത് tan ഇൻവേഴ്സ് അല്ല. നേരത്തെ tan ഇൻവേഴ്സ് tan വന്നിരുന്നു. ഇവിടെ കോട്ട് ഇൻവേഴ്സ് tan ആ വന്നത്. അവിടെ ഞാൻ പറഞ്ഞു tan തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് ഓഫ് π/2 മൈനസ് തീറ്റ. അപ്പൊ ഈ കോട്ട് ഇൻവേഴ്സിലുള്ള tan x/2 നെ നമ്മള് കോട്ട് ഓഫ് π/2 മൈനസ് അല്ലോ തീറ്റക്ക് പകരം x/2 ആണ്. π/2 മൈനസ് x/2. അപ്പൊ കോട്ട് ഇൻവേഴ്സ് കോട്ട് ഓഫ് അത് രണ്ടുകൂടി ക്യാൻസൽ ആവുമ്പോ
ഡി ബൈ ഡി എക്സിൽ ഇനി ബാക്കി ഉണ്ടാവുക പൈ ബൈ 2 മൈനസ് എക്സ് ബൈ 2. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്യുമോ? പൈ ബൈ 2 ഒറ്റക്ക, അതൊരു കോൺസ്റ്റന്റ്, അതിന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 1/2 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു ആൻസർ ഈസ് മൈനസ് 1/2. ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഒന്നിച്ച് പറയാം. ഇതാ പ്രോബ്ലം, നമുക്ക് ഓരോന്നോരോന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് with respect to x. In the first one, tan inverse 1 plus sin x divided by cos x. 2. Tan inverse root of 1 minus cos x divided by 1 plus cos x. 3. Tan inverse cos x minus sin x divided by cos x plus sin x. ഓക്കെ, ഈ 3 പ്രോബ്ലം ചെയ്തിട്ട് അടുത്ത ടൈപ്പിലേക്ക് പോകാം. കഴിഞ്ഞ 2 ചെയ്ത പോലെ തന്നെയാണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രി പുറത്തുണ്ട്, അതിനകത്ത് ട്രിഗണോമെട്രി ഉണ്ട്. അപ്പൊ നമ്മള് കഴിഞ്ഞ 2 പ്രോബ്ലത്തിലും ആ ട്രിഗണോമെട്രിയെ സ്യൂട്ടായ രീതിയിൽ സിംപ്ലിഫൈ ചെയ്തു, എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ ഒന്നാമത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ്. നമ്മുടെ ഉദ്ദേശം എന്താ? സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. നമ്മൾ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഇവിടെ ഉള്ള സ്ഥിതിക്ക് ലാസ്റ്റ് ഈ ബ്രാക്കറ്റ് ടാൻ ഓഫ് സംതിങ് ആവണം. ഇവിടെ ഇപ്പോൾ ഉള്ള ഒരു ചെറിയ പ്രശ്നം, നമുക്ക് ഐഡന്റിറ്റി ഉപയോഗിക്കാൻ ചെറിയ പ്രശ്നമുള്ള രീതിയിലാണ് മുകളിൽ കിടക്കുന്നതും താഴെ കിടക്കുന്നതും. ഇത് കഴിഞ്ഞ 2 പ്രോബ്ലത്തിൽ നമുക്ക് 1 പ്ലസ് അല്ലെങ്കിൽ 1 മൈനസ് കോസും ഒറ്റക്ക് കിട്ടുന്ന സൈനും ആയപ്പോ നമുക്ക് ഐഡന്റിറ്റി കൂടെ അങ്ങോട്ട് പോകാമായിരുന്നു. അപ്പൊ ഇവിടെ നമ്മളെ ഒന്ന് ബുദ്ധിമുട്ടാക്കിയിട്ടാ തന്നത്. എന്താ തന്നത്? സൈന് രണ്ടിടത്ത് കോസും കോസ് രണ്ടിടത്ത് സൈനും വന്നതാ. അപ്പൊ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? അതിനൊക്കെ വരുന്നുണ്ട്. സൈന് തീറ്റ പറഞ്ഞാല് കോസ് ആക്കാം, കോസ് തീറ്റനെ സൈൻ ആക്കാം. എന്താ? കോംപ്ലിമെന്ററി ആംഗിൾ ഇട്ടാൽ മതി. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് ഇറ്റ്സ് കോംപ്ലിമെന്ററി ആംഗിൾ π/2 മൈനസ് തീറ്റ. അതേപോലെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് π/2 മൈനസ് തീറ്റ. അപ്പൊ ഈ 1 പ്ലസ് കഴിഞ്ഞിട്ടുള്ള സൈൻ എക്സിനെ കോസ് ഓഫ് π/2 മൈനസ് എക്സ് എഴുതുന്നതിന് ഒരു കുഴപ്പമില്ല. ഡിവൈഡഡ് ബൈ ഈ കോസിനെ സൈൻ ഓഫ് π/2 മൈനസ് എക്സ് എഴുതാം. ഇതിപ്പോ എന്തിനെങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ടുള്ള സൗകര്യം എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇവിടെ 1 പ്ലസ് കോസ് തീറ്റ, തീറ്റക്ക് പകരം π/2 മൈനസ് എക്സ്. 1 പ്ലസ് കോസ് തീറ്റ പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. അപ്പോ ഈ മുകളിലുള്ളത് ഐഡന്റിറ്റി ഉപയോഗിക്കുമ്പോൾ 2 കോസ് സ്ക്വയർ ഈ ബ്രാക്കറ്റിലുള്ളതിന്റെ പകുതി π/2 മൈനസ് എക്സിന്റെ പകുതി, π/2ന്റെ പകുതി π/4 മൈനസ് എക്സിന്റെ പകുതി x/2. അപ്പൊ ഈ π/2 മൈനസ് എക്സിന്റെ ബൈ 2 എടുക്കുമ്പോൾ π/4 മൈനസ് x/2 ഡിവൈഡഡ് ബൈ ഈ സൈൻ ഓഫ് തീറ്റ. തീറ്റ വിചാരിക്കും, സൈൻ തീറ്റനെ 2 സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2 എഴുതാം. തീറ്റ ബൈ 2 പകരം ഇവിടെ π/4 മൈനസ് x/2. ഇവിടെ അതന്നെ π/4 മൈനസ് x/2. ഈ എഴുത്തോണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായോടാ? ക്ലിയർ അല്ലേ ഇത്? 1 പ്ലസ് കോസ് തീറ്റ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 സൈൻ തീറ്റ 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. ഈ 2 ഇട്, ഈ കോസ് സ്ക്വയറിൽ ഒരു കോസും ഈ കോസും ഇട്. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സിൽ കോസ് ബൈ സൈന് കോട്ട് π/4 മൈനസ് x/2. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ്. ഇനിയും പ്രശ്നമാണ്. എന്താ പ്രശ്നം? പുറത്തുള്ള ടാൻ ഇൻവേഴ്സാ. അപ്പൊ വന്നതോ? ഉള്ളിൽ വന്നത് കോട്ടാ. അപ്പൊ എന്ത് ചെയ്യും? കോട്ട് തീറ്റനെ ടാനാക്കാം. ടാനാക്കുമ്പോ നേരത്തെ പറഞ്ഞു π/2 മൈനസ് തീറ്റ. അപ്പൊ ഇത് ടാൻ ഓഫ് ആക്കുമ്പോ π/2 മൈനസ് ഓഫ് തീറ്റ. തീറ്റക്ക് പകരം ഈ ബ്രാക്കറ്റ് മൊത്തത്തിൽ π/4 മൈനസ് x/2. That is equal to d by dx of, okay, tan inverse tan ന്റെ വിട്ടേക്ക് അത് പോയി, ബ്രാക്കറ്റിൽ ഉണ്ടാവുക നോക്കാം. π/2 ഇത് തുറക്കുമ്പോൾ മൈനസ് π/4 മൈനസ് മൈനസ് പ്ലസ് x/2.
പൈ ബൈ 2 പൈ ബൈ 4 കുറച്ചാല് പൈ ബൈ 2 അര പൈ, പൈ ബൈ 4 കാല് പൈ, അര പൈന്ന് കാല് പൈ കുറച്ചാല് കാല് പൈ, അപ്പൊ പൈ ബൈ 4. ഓക്കെ, മൈനസ് ഓഫ് മൈനസ് പ്ലസ് എക്സ് ബൈ 2. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമല്ലേ ഇനി. പൈ ബൈ 4 is a constant, its derivative is 0 plus x by 2 ന്റെ derivative 1 by 2 into 1 is equal to 1 by 2. Okay, then second one, d by dx of tan inverse തന്നെയാണ്. tan inverse ന്റെ ഉള്ളില് square root of 1 minus cos x by 1 plus cos x. നമ്മുടെ ഉദ്ദേശം tan inverse ഇങ്ങനെ നിൽക്കുന്ന സ്ഥിതിക്ക് ആ ബ്രാക്കറ്റ് tan of സംതിങ്ങിലേക്ക് എത്താനുള്ള മാർഗമാണ് ആലോചിക്കേണ്ടത്. അപ്പൊ റൂട്ട് ഓഫിന്റെ ഉള്ളിലാണ് സംതിങ് ഉള്ളത്. റൂട്ട് എടുക്കുമ്പോൾ ടാൻ കിട്ടണം. റൂട്ട് എടുക്കുമ്പോൾ ടാൻ കിട്ടണമെങ്കിൽ റൂട്ടിന്റെ ഉള്ളിൽ ടാൻ സ്ക്വയർ വരണം. ആ റൂട്ടിന്റെ ഉള്ളിൽ ഇപ്പൊ ഉള്ളത് നമുക്ക് ഐഡന്റിറ്റി ഉപയോഗിക്കാൻ പാകമുള്ള സാധനം 1 മൈനസ് കോസ് എക്സ് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഹലോ, 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2, 1 പ്ലസ് കോസ് എക്സ് 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. ഇത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പോട് കൂടി ഇത് തീരും. ടാൻ ഇൻവേഴ്സിൽ ഈ 2 ക്യാൻസൽ ചെയ്ത് പോയി. വേണ്ട ഒരു സ്റ്റെപ്പ് കൂടി നമുക്ക് അധികം എഴുതാം. റൂട്ടിനുള്ള സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ ടാൻ സ്ക്വയർ തീറ്റ. അപ്പൊ ടാൻ സ്ക്വയർ എക്സ് ബൈ 2, ടാൻ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ടാൻ that's equal to d by dx of tan inverse tan x by 2. root of tan square tan x by 2. tan inverse tan രണ്ടും കൂടി വരുമ്പോൾ രണ്ടും ഇല്ലാണ്ടാവും. d by dx of ന് ബാക്കി ഉണ്ടാവുക x by 2 1 by 2 into x derivative 1, that's equal to 1 by 2 answer. Okay, then third problem, tan inverse തന്നെയാണ്. d by dx of tan inverse എന്താണ് എക്സ്പ്രഷൻ ഉള്ളത്? cos x minus sin x divided by cos x plus, ഇത് മൈനസ് പ്ലസ് ഒക്കെ അങ്ങോട്ട് മാറ്റാം. ഇവിടെ പ്ലസും ഇവിടെ മൈനസും അങ്ങനെ വേറെ പ്രോബ്ലം ഉണ്ടാക്കാം. അതൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യാം. നമ്മള് ഡിഫറൻഷിയേഷൻ ഇപ്പൊ ചെയ്യുമ്പോൾ ഒരു അവസ്ഥ ആലോചിച്ച് നിങ്ങൾ ഒരു സിംപ്ലിഫിക്കേഷനും ചെയ്യാതെ നമ്മൾ ആ ഫസ്റ്റ് എക്സാമ്പിൾ ചെയ്ത പോലെ ഇതിന്റെ ഡിഫറൻഷിയേഷൻ ഇപ്പൊ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സിന്റെ തന്നെ ഉണ്ടാവും 1 by 1 പ്ലസ് ഈ ബ്രാക്കറ്റിന്റെ സ്ക്വയർ. പിന്നെ ഈ ബ്രാക്കറ്റിന്റെ ഡെറിവേറ്റീവ് കോഷ്യൻ റൂൾ വേറെ ചെയ്യണം. അത്രയൊക്കെ മുന്നോട്ട് പോകുമ്പോ ഇതിന്റെ ആൻസർ ആകെപ്പാടെ -1 ഉണ്ടാവുള്ളൂ. ഞാൻ കാണിച്ചുതരാം. അവിടെ എത്ര കുറെ സിംപ്ലിഫിക്കേഷൻ നടത്തേണ്ടി വരും. എന്നാൽ തന്നെ ചിലപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ കിട്ടൂല. നമ്മള് ആലോചിക്കേണ്ടത് സിംപ്ലിഫൈ ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഈ ബ്രാക്കറ്റ് എന്താവണം പുറത്തുള്ളവരെ നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. എന്തായാലും നമുക്കത് ഒഴിവായി കിട്ടുക എന്ന് ചോദിച്ചാൽ ടാൻ ഇൻവേഴ്സ് ഉള്ളത് കൊണ്ട് ടാൻ ഓഫ് സംതിങ് വരണം ലാസ്റ്റ്. ഓക്കെ, ഇത് ടാൻ ഓഫ് സംതിങ്ങിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതറിയണം. ട്രിഗണോമെട്രിയില് 1 പ്ലസ് ടാൻ തീറ്റ മേലിൻ 1 മൈനസ് ടാൻ തീറ്റ താഴെ ഡിവൈഡ് ബൈ വന്നാൽ അത് ഫസ്റ്റ് ഇയറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടാൻ ഓഫ് പൈ ബൈ 4 പ്ലസ് തീറ്റയാണ്. 1 മൈനസ് ടാൻ തീറ്റ മേലിൻ 1 പ്ലസ് ടാൻ തീറ്റ താഴെയാണെങ്കിൽ അത് നേരെ മാറും ടാൻ ഓഫ് പൈ ബൈ 4 മൈനസ് തീറ്റയാണ്. അപ്പൊ ഇവിടെ ഒരു ചാൻസ് ഉള്ളത് മേലെ മൈനസും താഴെ പ്ലസും ആയതുകൊണ്ട് ഇത് 1 മൈനസ് ടാൻ ബൈ 1 പ്ലസ് ടാൻ ആകാൻ വളരെ എളുപ്പമാണ്. ഇതിന്റെ മേലിൻ തായും ഈ ബ്രാക്കറ്റിൽ മേലിൻ തായും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ കോസ് എക്സ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഡിവൈഡഡ് ബൈ ഇവിടെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ചേഞ്ച് ഒന്നുമില്ല. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്തു? കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ടാൻ ഇൻവേഴ്സിന്റെ അടുത്ത സ്റ്റെപ്പിൽ കോസ് ബൈ കോസ് 1 ആവും. 1 മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ബൈ കോസ് എക്സ് 1 പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ്, ഒന്ന് വായിച്ചോക്കൂടാ ബ്രാക്കറ്റ് ആ ടാൻ ഇൻവേഴ്സിനുള്ളത് 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ് 1 മൈനസ് ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ തീറ്റ ടാൻ ഓഫ് പൈ ബൈ 4 മൈനസ് തീറ്റ. അപ്പൊ ആ ബ്രാക്കറ്റ് ഉള്ളത് ടാൻ ഓഫ് പൈ ബൈ 4 മൈനസ് തീറ്റക്ക് പകരം ഇവിടെ എക്സ് ആണ്. That is equal to, hello, കഴിഞ്ഞു. tan inverse tan പോയി. d by dx of pi by 4 minus x. ഡിഫറൻഷിയേഷൻ വളരെ എളുപ്പമാണ്. pi by 4 കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് x ന്റെ ഡെറിവേറ്റീവ് 1. അപ്പൊ 0 മൈനസ് 1 is equal to -1. അപ്പൊ ഇന്ന് ചെയ്ത 5 പ്രോബ്ലം
ഇൻവേഴ്സ് ട്രിഗണോമെട്രി വന്നു, പിന്നെ ബ്രാക്കറ്റിനകത്ത് ട്രിഗണോമെട്രിയിൽ ചില എക്സ്പ്രഷൻസ് ഒക്കെ വന്നു. നമ്മൾ ആ ട്രിഗണോമെട്രിയെ പ്രോപ്പറായ രീതിയിൽ സിംപ്ലിഫൈ ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇനി വരാൻ പോകുന്ന ഒരു ടൈപ്പ് പ്രോബ്ലംസ് ഏതാന്ന് വെച്ചാൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രി പുറത്തുണ്ടാവും, പക്ഷെ ഉള്ളില് ട്രിഗണോമെട്രി ആയിരിക്കില്ല. വേറെ ചില എക്സ്പ്രഷൻസ് ഒക്കെ തരും എക്സിലൊക്കെ. അവിടെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രിഗണോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനെ മാറ്റി റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ആ ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഇനി വരുന്നത്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.